ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില. പിന്നെ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് വറുത്ത റവയാണ്. അതോടൊപ്പം നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കടുക്, 2 പിച്ച് ഉലുവ, 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 3 വറ്റൽമുളക്, ഒരു 1/2 ടേബിൾ സ്പൂൺ പരിപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയും നെയ്യുമാണ്. പിന്നെ നമുക്ക് ഇതിന് വെള്ളം തിളപ്പിച്ച് വെക്കണം. ഞാനിവിടെ 8 കപ്പ് വെള്ളമാണ് തിളപ്പിച്ചിരിക്കുന്നത്. നമുക്ക് 6 കപ്പോളം വെള്ളം മതിയാവും. ഉപ്പിട്ടാണ്, ഉപ്മാവിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടാണ് ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പാത്രം വെക്കാം അടുപ്പത്ത്. പാത്രം നന്നായി ചൂടായി വരട്ടെ. ചൂടായി വന്ന പാത്രത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോടൊപ്പം തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയും നെയ്യും കൂടി നന്നായി ഒന്ന് ചൂടായി വരട്ടെ. നന്നായി ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ചൂടായി വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്. 2 കടുക് ഇട്ട് നോക്കി ചെക്ക് ചെയ്യാണ്. കടുക് ഇട്ട് പൊട്ടി വരുന്നുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം. കടുക്, പരിപ്പ്, ഉഴുന്ന്, ഉലുവ, വറ്റൽമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നന്നായി പൊട്ടുന്നത് നിങ്ങൾ കാണുന്നില്ലേ, നന്നായി പൊട്ടി നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് വാട്ടിയ ശേഷം നമുക്ക് അതോടൊപ്പം വെളുത്തുള്ളി, വേപ്പിലയും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. സവാള നമുക്ക് കറിക്കൊക്കെ മുരിക്കുന്നത് പോലെ നന്നായിട്ടൊന്നും മുരിഞ്ഞ് വരണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതോടൊപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഞാനിവിടെ നീളത്തിൽ കനം കുറച്ചാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേകാനൊക്കെ എളുപ്പമാണ്. പിന്നെ ക്യാരറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. ആ ഓറഞ്ച് കളറൊക്കെ വരുമ്പോൾ ഉപ്മാവിന് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടിയൊക്കെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ. വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോൾ നല്ലതാണ്, ഹെൽത്തി ആവും ഉപ്മാവ്. പിന്നെ എല്ലാവർക്കും എല്ലാ വെജിറ്റബിൾസിൻ്റെയും ടേസ്റ്റ് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനൊരു ക്യാരറ്റ് മാത്രം ഇട്ടു എന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു മിനിറ്റോളം നമുക്കൊന്ന് വാട്ടി കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന 2 കപ്പ് വറുത്ത റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. റവ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിട്ട ഇൻഗ്രീഡിയൻസിനൊപ്പം നന്നായിട്ട് മിക്സായി വരട്ടെ. എങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ് എല്ലായിടത്തും ഒരുപോലെ എത്തുകയുള്ളൂ. റവ നന്നായിട്ട് ഫ്രൈ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ചെറിയൊരു കളർ വ്യത്യാസം വരണ്ട, അതുവരെ ഒന്ന് വാടിയാൽ മതി. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കാവുള്ളൂ. എന്നിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് വേണം ഇളക്കാനായിട്ട്. അപ്പോൾ എല്ലാ ഭാഗത്തെയും റവ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അല്ലെങ്കിൽ ചില ഭാഗത്ത് വെന്തും ചില ഭാഗത്ത് വേകാതെ ഇരിക്കും. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പാകം അറിയാൻ പറ്റും. അപ്പോൾ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് തട്ടിപ്പൊത്തി ഇതുപോലെ വെക്കുക. എനിക്കിവിടെ 6 കപ്പ് വെള്ളം മതിയായി. ഞാൻ 2 കപ്പ് എക്സസ് എടുത്ത് വെച്ചിരുന്നു. എന്നാലും 6 കപ്പ് വെള്ളം നമുക്ക് മതിയായി. അപ്പോൾ നമുക്ക് തട്ടിപ്പൊത്തി വെക്കുക. അപ്പോൾ അടിയിലുള്ള ചൂട് കൊണ്ട് അടിയിലുള്ള മാവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ തട്ടിപ്പൊത്തി വെക്കുന്നത്. തീ എപ്പോഴും സിമ്മിലിടണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകാനും അടിക്ക് പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ തീ എപ്പോഴും സിമ്മിലിടുക. ഇനി ഞാൻ ഭംഗിക്ക് ഒരു തണ്ട് വേപ്പില വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് മാക്സിമം ഇങ്ങനെ വെച്ചാൽ മതിയാവും. അപ്പത്തിന് നന്നായിട്ട് ഉപ്മാവ് വെന്ത് കിട്ടും. നമ്മൾ തിളച്ച വെള്ളത്തിലാണല്ലോ അത് കുഴച്ചിരിക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഉപ്മാവ് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കഴിക്കാൻ പാകത്തിന് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്കത് ആവി വരുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അടിയിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. പടിഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ നല്ല ഉപ്മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് മുറിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഉപ്മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ട്. വെള്ളം ഒരിക്കലും കുറച്ച് വെക്കരുത്, വെള്ളം നന്നായിട്ട് ഒഴിക്കുമ്പോൾ മാത്രമേ ഉപ്മാവ് ഇത്രയും സോഫ്റ്റായിട്ട് വരികയുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടും ഈ ഉപ്മാവ്, നെയ്യുടെ ടേസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട്. ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങൾ കഴിക്കും. വലിയ ആളുകൾക്കുമായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഉപ്മാവ് വളരെ ടേസ്റ്റിയാണ് ഉപ്മാവ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായി, ക്യാരറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയായി. ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. 2 പപ്പടവും
ഉപ്മാവും കട്ടൻ ചായയൊക്കെയായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക. ക്രിയേറ്റീവ് വ്ളോഗ്സിൻ്റെ ഇനിയൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.